ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരുവിധം എല്ലാ ആൾക്കാരുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായ ഒരു ബിസിനസ് സെറ്റാക്കുക എന്നുള്ളത്. അതിന് എന്തുവരെയും നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് സെറ്റാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഞാൻ എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തായാലും ആ വീഡിയോസ് കാണണം. അപ്പോൾ ആ ഒരു വീഡിയോസിൽ ഫുള്ള് ഞങ്ങൾക്ക് ആദ്യം എങ്ങനെയാണ് റെസ്റ്റോറൻറ്റ് കിട്ടിയതും ഈ റെസ്റ്റോറൻറ്റിന് എങ്ങനെയാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പണികളെല്ലാം ചെയ്ത് ഈ രൂപത്തിൽ നിങ്ങൾ കാണുന്ന പോലെ ആക്കിയെന്നുള്ളത് ഫുൾ വീഡിയോസ് ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ലുക്ക്. അപ്പം നമ്മൾ ഓരോ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഈ വുഡിൻ്റെ ഫിനിഷിംഗ് ആയാലും ഈ ബാറിൻ്റെ തീം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ റെസ്റ്റോറൻറ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ രൂപമോ ഭാവമോ ഒന്നും ഇങ്ങനെയായിരുന്നില്ല, ഫുൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഇതൊരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ബാർ സെറ്റപ്പ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പണികൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന് കുറേ ലൈറ്റ്സ് ആയാലും മേലെ ഫുള്ള് കവറാവാൻ വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിനെല്ലാം മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാറിൽ ഫുള്ള് സ്ട്രിപ്പ് ലൈറ്റ്സും കൊണ്ടുവന്നതും ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സും കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ കുറേ ലൈറ്റ്സ് എടുത്ത് മാറ്റി ഡിമ്മാക്കിയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു റെസ്റ്റോ ബാറായി കാരണം നമുക്കൊരു ഫ്രണ്ട് ഏരിയ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ ഒരു ബാറിൻ്റെ ഒരു തീമിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആ ഫ്രണ്ടിലെ പാനൽ വെച്ചതും അതേപോലെ തന്നെ ലോഗോ വെച്ചതും അതേപോലെ തന്നെ ഈ വാഷ്റൂമിൻ്റെ സൈഡായാലും രണ്ട് സൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ന്യൂസ് പേപ്പർ കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്ന ആ റെഡ് ലൈറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വന്നത്. അതേപോലെ ഈ ലോഗോ പുഷ് ചെയ്ത കാരണം ഞങ്ങൾക്ക് ഫ്രണ്ടിൽ കയറി വരുന്നവർക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത് ബാറിൻ്റെ. ഇതാണ് നമ്മുടെ കിച്ചണും ബാക്കിയുള്ള ഏരിയാസും. ഇത് നമ്മുടെ സ്റ്റോർ റൂമാണ്. ഈ സ്റ്റോർ റൂമിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ഫുള്ള് കിച്ചൺ ഏരിയയിലേക്കും ഒരു സൈഡ് നമ്മൾ ഫുള്ള് സർവീസ് ഏരിയയിലേക്കും വേണ്ടിയിട്ട് രണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞങ്ങൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ വെച്ച കാരണം നമുക്ക് സ്റ്റോക്ക് എടുക്കുമ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു അളവ് കാര്യങ്ങൾ നോക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ ഡിഷ് വാഷിംഗ് ഏരിയ. ഈ ഡിഷ് വാഷർ മെഷീൻ ഇരിക്കുന്നുണ്ട്. ഈ ഏരിയയിലാണ് നമ്മൾ കൂടുതൽ ഡിഷുകളെല്ലാം ക്ലിയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ പ്രപ്പ് ടേബിളും ഫ്രീസറും കാര്യങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് രണ്ട് ഫ്രയർ, പിന്നെ ഒരു ബർണർ, പിന്നെ ഒരു തവയുണ്ട്, പിന്നെ രണ്ട് സിംഗിൾ ബർണർ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് തൊട്ട് ഓപ്പോസിറ്റുള്ള സൈഡാണ് നമ്മൾ അധികം സ്പേസ് ഈ രണ്ട് കിച്ചണും ഈ വാക്കിൻ ഫ്രിഡ്ജ് അല്ലെങ്കിൽ ടേബിളായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വർക്ക് ഈസി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ വാളിലാണ് നമ്മൾ TV വെച്ചിരിക്കുന്നതും പിന്നെ നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. ഫൈനലി ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഓപ്പണിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ആരുടെ പ്രാർത്ഥനയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനിയും ഇതേപോലത്തെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള വീഡിയോസും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആയാലും എല്ലാം നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.